ഞാനത് വരുന്നേ ഞാൻ ഗൂഗിൾ പേ ചെയ്തിട്ടുണ്ട് കേട്ടാ. ആ ഉസ്താദിനെ എത്തിക്കോളൂ കേട്ടാ. എന്നാ നിങ്ങൾ പോയിക്കോളൂ കേട്ടാ. ശരി. എത്ര നേരം ഞാൻ കാത്തത് എന്താ ആശയത്താനായിട്ട് സംസാരിച്ചിരുന്നു? അതൊന്നും പറയണ്ട എത്രാമാനെ. ആ ആസിയാത്തനെ കൊണ്ട് ആ കുടുങ്ങിക്കണേ. ഏത് നേരം വന്നുകാണ്ട് ഇതേപോലെ ചില്ലറാൾ കണ്ടില്ല. ഇതിപ്പോൾ 1000 ഉറുപ്പ്യ ഞാൻ എണ്ണി മടുത്ത്. ഇത് ഏതോ ഒരു മൂല്യർക്കോ തങ്ങൾക്കോ ആർക്കോ അയച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് എന്നെ കൊണ്ട് ഗൂഗിൾ പേ ചെയ്യിപ്പിക്കുന്നതാണ്. ആശയത്തെ അവിടുത്തെ ചെമ്പട്ടിയിൽ ചോററ്റായിരുന്നേ. പൊന്നാര അബ്രഹ്മാനെ, അത് ചോറൊന്നുമല്ല. അത് ഏതാ നമ്മളെ സലാമാജിൻ്റെ ഓടുന്നേ ഏതൊരു ആള് മൂല്യര് തങ്ങളാരോ ഒരു യൂട്യൂബിൽ മന്ത്രി ചോദ്യം കൊടുക്കണ്ടല്ലോ, വള്ളം മന്ത്രി ചോദ്യം കൊടുക്കണ്ടല്ലോ. ആ വള്ളയിട്ട് മൂപ്പര് വരികയാണ്. വീട്ടിലെന്താ കോയിപ്പേൻ്റെ ശല്യം ഉണ്ട് എന്ന് പറഞ്ഞാണ്ട് മുറ്റത്ത് തെളിയിക്കാനാണല്ലോ. അതിനെപ്പറ്റി നമ്മൾ പറയാതിരിക്കാന്നല്ലേ. നമ്മള് ഫോണെടുത്തേക്ക് പോവാ. വെള്ളം വലുതേ ഉള്ളൂ, ചെറുത് കഴിഞ്ഞ ഇവിടെ വന്ന് മേടിച്ചു കൊണ്ടുപോകുന്ന ഒരു കുറച്ച് കൂടുതലാണ്. വലുതുണ്ട്. ആയിക്കോട്ടെ. ആയിക്കോട്ടെ. അലൈക്കും സലാം. കാണാൻ പറ്റുമോ? ഇല്ല, ഇന്ന് കാണാൻ പറ്റൂല. എനിക്ക് വെള്ളം തരി. ആയിക്കോട്ടെ. ഇപ്പൊ എന്നും ഇങ്ങോട്ട് വരാന് വന്ന് വാങ്ങാൻ നല്ല ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ പെണ്ണുങ്ങൾക്ക് ഈ ഫോണിന്റെ മുന്നിൽ വെച്ച വെള്ളം പോരാ. നേരെ ഉസ്താദ് ഊതി തന്നെ വേണം. പിന്നെ എത്തപ്പോ കാട്ടുക. അതിന് നമുക്കൊരു കാര്യം ചെയ്യാ. നാളെ ലൈവില് ഉസ്താദ് വലിയൊരു കുടത്ത് തന്നെ ഊതിക്കാണ്ട് നിങ്ങൾക്ക് ഇവിടെ എടുത്തേക്ക. ഇത് ലേശം കായ് ലേശം കൂടും. എന്നാ പിന്നെ ഞങ്ങൾക്ക് എന്നും ഇങ്ങനെ വന്നു പോകേണ്ട ബുദ്ധിമുട്ടുണ്ടാവില്ലോ. എന്നാ അങ്ങനെ ചെയ്യാം. ആയിക്കോട്ടെ. എന്നാൽ ഇത്തരം ആത്മീയ ചൂഷണങ്ങൾക്ക് യഥാർത്ഥ മതവുമായി ഒരു ബന്ധവുമില്ല. കുറുക്കുവഴികളിലൂടെ എങ്ങനെ സ്വർഗം കരസ്ഥമാക്കാമെന്ന മനുഷ്യരുടെ മിഥ്യാധാരണകളും ശരിയായ മതവിദ്യാഭ്യാസത്തിൻ്റെ കുറവുമാണ് ഇത്തരം ആത്മീയ ചൂഷണക്കാർക്ക് തണലാകുന്നതെന്നു മാത്രം.